ഹലോ ഓൾ, PSC ട്രെയിനിങ് പോയിൻ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2023 54ാം IFFIയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പൗറിയ റഹിമി സാം. 2023 54ാമത് IFFIയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പൗറിയ റഹിമി സാം. അപ്പോൾ പൗറിയ റഹിമി സാമിനെയാണ് 2023 54ാമത് IFFIയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കാം. നാനോ ടെക്നോളജിയിലെ വിപ്ലവത്തിന് വഴിതെളിച്ച ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന് നോബൽ സമ്മാനം നേടിയവരുടെ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പിയറെ അഗസ്റ്റിനി. അപ്പോൾ മൗങ്കി ജി ബാവണ്ടി, ലൂയി ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ് എന്നിവരാണ് നാനോ ടെക്നോളജിയിലെ വിപ്ലവത്തിന് വഴിതെളിച്ച ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന് നോബൽ സമ്മാനം നേടിയവർ. നാനോ ടെക്നോളജിയിലെ വിപ്ലവത്തിന് വഴിതെളിച്ച ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന് നോബൽ സമ്മാനം നേടിയവരാണ് മൗങ്കി ജി ബാവണ്ടി, ലൂയി ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ് എന്നിവർ. അപ്പോൾ മൗങ്കി ജി ബാവണ്ടി, ലൂയി ഇ ബ്രസ്, അലക്സി ഐ എക്കിമോവ് എന്നിവരാണ് നാനോ ടെക്നോളജിയിലെ വിപ്ലവത്തിന് വഴിതെളിച്ച ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന് നോബൽ സമ്മാനം നേടിയത്. അടുത്ത ചോദ്യം. ബാഡ്മിൻ്റൺ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ സഖ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി എന്നിവർ. അപ്പോൾ ബാഡ്മിൻ്റൺ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ സഖ്യമാണ് ചിരാഗ് ഷെട്ടിയും സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡിയും. അപ്പോൾ ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി എന്നിവരുടെ സഖ്യമാണ് ബാഡ്മിൻ്റൺ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ സഖ്യം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദ്രൗപദി മുർമു. രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമുവാണ്. ദ്രൗപദി മുർമുവാണ് രാജ്യവ്യാപകമായി എല്ലാവർക്കും സമഗ്ര ആരോഗ്യ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആയുഷ്മാൻ ഭവ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാന എയർഫീൽഡ് നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലഡാക്ക്. ലഡാക്കിലാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാന എയർഫീൽഡ് നിലവിൽ വരുന്നത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാന എയർഫീൽഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ AI പവേർഡ് ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇന്ദ്രജാൽ. ഇന്ത്യയിലെ ആദ്യ AI പവേർഡ് ആൻറ്റി ഡ്രോൺ സിസ്റ്റമാണ് ഇന്ദ്രജാൽ. അപ്പോൾ ഇന്ദ്രജാലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് ആൻറ്റി ഡ്രോൺ സിസ്റ്റം. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ ഇൻ്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പൊന്നാനി. അപ്പോൾ അടുത്തിടെ ഇൻ്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങളാണ് ബേപ്പൂർ, അഴീക്കൽ, കൊല്ലം എന്നിവ. അടുത്തിടെ ഇൻ്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ബേപ്പൂർ, അഴീക്കൽ, കൊല്ലം എന്നീ തുറമുഖങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ സുപ്രീം കോടതി പുറത്തിറക്കിയ ശൈലി പുസ്തകം തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, മൗഷ്മി ഭട്ടാചാര്യ. അടുത്തിടെ സുപ്രീം കോടതി പുറത്തിറക്കിയ ശൈലി പുസ്തകം തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ മൗഷ്മി ഭട്ടാചാര്യയാണ്. മൗഷ്മി ഭട്ടാചാര്യയാണ് അടുത്തിടെ സുപ്രീം കോടതി പുറത്തിറക്കിയ ശൈലി പുസ്തകം തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ. അടുത്ത ചോദ്യം നോക്കാം. 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ മുഴക്കം എന്ന ചെറുകഥയുടെ കർത്താവ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, PF മാത്യൂസ്. PF മാത്യൂസ് ആണ് 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ മുഴക്കം എന്ന ചെറുകഥയുടെ കർത്താവ്. അപ്പോൾ 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ മുഴക്കം എന്ന ചെറുകഥയുടെ കർത്താവ് PF മാത്യൂസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 സൂപ്പർ GM ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആർ പ്രജ്ഞാനന്ദ. ആർ പ്രജ്ഞാനന്ദയാണ് 2023 സൂപ്പർ GM ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി. അപ്പോൾ 2023 സൂപ്പർ GM ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി
ആർ പ്രജ്ഞാനന്ദയാണ്. അടുത്ത ചോദ്യം നോക്കാം. മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്. മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മലയാളി ക്രിക്കറ്റർ മിന്നുമണി ഏത് ടീമിനെതിരെയാണ് രാജ്യാന്തര അരങ്ങേറ്റം കുറിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ബംഗ്ലാദേശ്. മലയാളി ക്രിക്കറ്റർ മിന്നുമണി ബംഗ്ലാദേശിനെതിരെയാണ് രാജ്യാന്തര അരങ്ങേറ്റം കുറിച്ചത്. അപ്പോൾ മലയാളി ക്രിക്കറ്റർ മിന്നുമണി ബംഗ്ലാദേശിനെതിരെയാണ് രാജ്യാന്തര അരങ്ങേറ്റം കുറിച്ചത്. അടുത്ത ചോദ്യം. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലെ പുതിയ സ്ഥിരാംഗം? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇറാൻ. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലെ പുതിയ സ്ഥിരാംഗം ഇറാനാണ്. ഇറാനാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലെ പുതിയ സ്ഥിരാംഗം. അടുത്ത ചോദ്യം നോക്കാം. 2023 ചിഹ്നഗ്രഹത്തിന് നൽകപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ സി ആണ് അശ്വിൻ ശേഖർ. 2023 ചിഹ്നഗ്രഹത്തിന് നൽകപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേര് അശ്വിൻ ശേഖർ എന്നാണ്. അപ്പോൾ അശ്വിൻ ശേഖർ എന്ന മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേരാണ് 2023 ചിഹ്നഗ്രഹത്തിന് നൽകപ്പെട്ടത്. 2023 ചിഹ്നഗ്രഹത്തിന് നൽകപ്പെട്ട മലയാളി ശാസ്ത്രജ്ഞൻ്റെ പേര് അശ്വിൻ ശേഖർ. അടുത്ത ചോദ്യം. സമുദ്ര അന്തർഭാഗത്ത് ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാൻ പോയപ്പോൾ തകർന്ന് യാത്രികരെല്ലാം കൊല്ലപ്പെട്ട പേടകം? ഉത്തരം ഓപ്ഷൻ ബി ആണ് ടൈറ്റൻ. ടൈറ്റൻ എന്ന പേടകത്തിലെ യാത്രികരാണ് സമുദ്ര അന്തർഭാഗത്ത് ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാൻ പോയപ്പോൾ തകർന്ന് കൊല്ലപ്പെട്ടത്. സമുദ്ര അന്തർഭാഗത്ത് ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാൻ പോയപ്പോൾ തകർന്ന് യാത്രികരെല്ലാം കൊല്ലപ്പെട്ട പേടകം? ഉത്തരം ടൈറ്റൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. സമാധാന ദൗത്യങ്ങൾക്കിടയിൽ രക്തസാക്ഷിത്വം വരിച്ച UN സമാധാന സേനാംഗങ്ങൾക്ക് സ്മാരകം വേണമെന്ന പ്രമേയം UN-ൽ അവതരിപ്പിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ. സമാധാന ദൗത്യങ്ങൾക്കിടയിൽ രക്തസാക്ഷിത്വം വരിച്ച UN സമാധാന സേനാംഗങ്ങൾക്ക് സ്മാരകം വേണമെന്ന പ്രമേയം UN-ൽ അവതരിപ്പിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് സമാധാന ദൗത്യങ്ങൾക്കിടയിൽ രക്തസാക്ഷിത്വം വരിച്ച UN സമാധാന സേനാംഗങ്ങൾക്ക് സ്മാരകം വേണമെന്ന പ്രമേയം UN-ൽ അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. INS വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം? ഉത്തരം ഓപ്ഷൻ എ ആണ് MiG-29K. MiG-29K ആണ് INS വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം. INS വിക്രാന്തിൽ ആദ്യമായി രാത്രി ലാൻഡിംഗ് നടത്തിയ യുദ്ധവിമാനം MiG-29K ആണ്. അടുത്ത ചോദ്യം നോക്കാം. മലയാളിയായ കെ വിനോദ് ചന്ദ്രൻ ഏത് സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായാണ് നിയമിതനായത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ബീഹാർ. മലയാളിയായ കെ വിനോദ് ചന്ദ്രൻ ബീഹാറിൻ്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായാണ് നിയമിതനായത്. അപ്പോൾ ബീഹാറിൻ്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായാണ് മലയാളിയായ കെ വിനോദ് ചന്ദ്രൻ നിയമിതനായത്. അടുത്ത ചോദ്യം. രാജ്യസഭാ നടപടികളിൽ അധ്യക്ഷത വഹിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം? ഉത്തരം ഓപ്ഷൻ എ ആണ് PT ഉഷ. PT ഉഷയാണ് രാജ്യസഭാ നടപടികളിൽ അധ്യക്ഷത വഹിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം. രാജ്യസഭാ നടപടികളിൽ അധ്യക്ഷത വഹിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 5ാം എഡിഷനിലെ ജേതാക്കൾ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്ര. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 5ാം എഡിഷനിലെ ജേതാക്കൾ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 5ാം എഡിഷനിലെ ജേതാക്കൾ. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.